പക്ഷേ രക്ഷ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. മനസ്സിലായി ഐഡിയ? ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കണം. അതായത് നമ്മളെന്താ ചെയ്യണത്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. റോമ 10:9 അനുസരിച്ചുണ്ട്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്. വ്യക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ലൂക്ക 2:30 ഈശോയെ കയ്യിലെടുത്തപ്പോഴല്ലേ സമയം പറയണത്. എന്താ പറയണത്? ലൂക്ക 2:30 എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാ ആൾക്കാരും സാക്ഷ്യം പറയേണ്ട കാര്യം ഇതാണ്. അതായത് റൈറ്റായിട്ട് ആർക്കാണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണത്? അവൻ്റെ വിഷയം കത്തും. അത് എക്സോർവായി നോൺ ബാപ്റ്റിസ്റ്റ് ഓർ നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫോർമുല കീപ്പ് ചെയ്തു പോകാൻ പറ്റണത്? ഫോർമുല ഇതാണ്. എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയണം. പക്ഷേ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താണ് എൻ്റെ യേശുവിനെ കർത്താവാക്കുന്നത്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പൊ തൊലിപ്പുറത്തുള്ള വിശ്വാസമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണത്? അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ദൈവമേ, നിന്റെ വിഷയം എന്താണ്? കടമാണോ? ക്യാൻസറാണോ? മരണമല്ലല്ലോ. മരണത്തെ ജയിച്ചവനാണ് നിന്റെ കർത്താവ്. കൈയിടിച്ച് കർത്താവ് സന്തോഷത്തോടെ. അച്ഛൻ എന്താ പറഞ്ഞത്? രക്ഷ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ശിമയോൻ ഈശോനെ കയ്യിലെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി. ലൂക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പറഞ്ഞേ എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷ ആരാണ്? ഒരു വ്യക്തിയാണ്. ഇനി ഈ വ്യക്തിയെ നമ്മൾ ഉടമ്പടി പ്രകാരം സ്നേഹിക്കുമ്പോൾ, മനസ്സിലായില്ലേ? വ്യക്തിയെ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത്? അതാണ് അത്. യോഹന്നാൻ 14:23 പിന്നെ വരണത്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായില്ലേ? അതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, അവൻ പറയണ പോലെ ചെയ്താൽ എന്താണ്? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രക്ഷ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? എന്താ ചെയ്യണത്? അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യണമെങ്കിലേ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താലും, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ബാക്കാണെന്ന് അവൾ പറഞ്ഞില്ലേ? എത്രയോ പേര് നമ്മൾ പറയും എനിക്ക് ഒരു കമ്പനി സ്റ്റഡി തരുവാന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ എനിക്കില്ലേ, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ പറ്റാത്തവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അത് ശവം അടക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിടണത്? നമ്മൾ ശവം അടക്കാൻ നേരത്ത് നമ്മൾ ഒരു പിടി മണ്ണ് വാരി ഇടത്തില്ലേ കുഴിയിലേട്ട്? അതെന്തിനങ്ങനെ ഇടണത്? അതായത് മരിച്ചവരെ അടക്കുക എന്നുള്ളതൊരു പുണ്യമാണ്. പഴയ നിയമത്തിൽ തുടർന്ന പുണ്യമാണ്, പഴയ പുണ്യമാണത്. അല്ല നിങ്ങൾ ബന്ധം പിരിക്കണത് ആന കൂനെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നാട്ടു വർത്താനമാണ്. അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. ഇതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെ പുസ്തകമാണ്. മരിച്ചവരെ അടക്കണത് ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്ന കാലത്ത് പോലും തോബിയാസ് മരിച്ചവനെ അടക്കിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം അടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മൗലികമായ ഭരണഘടന മൗലിക അവകാശം തന്നെ പോലെ നമ്മുടെ ജന്മത്തിൽ ദൈവം തന്നൊരു അവകാശം, ഇത് കടമയാണ്. എന്താണ്? മരിച്ചവരെ അടക്കുക. അതുകൊണ്ട് നമ്മൾ അടക്കത്തിനൊക്കെ പോണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ദൈവം ഏൽപ്പിച്ച മൗലികമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യണത്. ഈ മൗലിക ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ക്ലിയർ അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. മൗലിക ഉത്തരവാദിത്വമാണ്.
ഈ മൗലിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഉടമ്പടി നിങ്ങളോട് പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ വി മസ്റ്റ് ഡു ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തല്ല, ഇനിയിപ്പോൾ ഈ കുന്തവും ചെയ്യണമായിരിക്കും, കൊടുത്തേക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അളിഞ്ഞ മോന്തയും കൂടി വാരി വലിച്ച് ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? 14:23 വേണം. അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് 14:23 സിങ്ക് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്താൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വി വിൽ ബി എംപവേർഡ്. അപ്പോൾ നമ്മുടെ പവർ പോയി, നമ്മുടെ പഴയ നിസ്സഹായ അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു കേട്ടില്ലേ, നിഷ തോമസ് എന്താ പറയണത്? ഞാൻ ഇംഗ്ലീഷിൽ ബാക്കായിരുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് പഠിച്ചിട്ടില്ല, 10 കൊല്ലമായിട്ട് ജോലിയും ചെയ്തിട്ടില്ല, പക്ഷേ പോപ്പറ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. ചില ആൾക്കാർക്ക് യുക്തിവാദികളെ ചോദിക്കുവേ, പിന്നെ മാതാവ് പരീക്ഷ ഹോളിൽ വന്നിട്ട് പറഞ്ഞു തരണമെന്ന്. ബിബിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ അല്പസമയം കഴിയുമ്പോൾ തന്നെ വേറെ സാക്ഷ്യം വന്നില്ലേ? ബിബിനും പറഞ്ഞ എന്താണ്? ബിടെക്കിൻ്റെ 24ാമത്തെ പേപ്പർ 24 സപ്ലി എഴുതുകയാണ്. പക്ഷേ എന്താ ചെയ്യണത്? കോട്ടയം ബേക്കറി സ്റ്റേഷനിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചവരെ ഈ കൃപാസനം പത്രം എല്ലാം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾ നടത്തിയപ്പോൾ തന്നെ പരീക്ഷകളിലോട്ട് കയറണത്. കാരണം പറഞ്ഞ് പേപ്പർ ഇടപ്പം ഞെട്ടിപ്പോവും. പറയും ഞാൻ എഴുതത്തില്ലെന്ന് പറയും. അമ്മ ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അപ്പോൾ നീ എഴുതാൻ പറയും. പിന്നെ ഡിക്റ്റേഷൻ തുടങ്ങും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാണ്, ഇത് മിറക്കിലാണ് വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ പിറ്റേ ആഴ്ച നിഷ തോമസ് വന്ന് സാക്ഷ്യം പറഞ്ഞു, 10 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് ടച്ചില്ല. പക്ഷേ ഞാൻ പുറമേട്ട് കയറിയതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, അതിന് ശേഷവും ഞാൻ സംസാരിച്ചിട്ടില്ല. അമ്മയാണ് എന്നോട് സംസാരിച്ചത്. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതിശക്തമായി ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, നിന്റെ തിരുമുറുവാർന്ന് മറന്നുകരാം. ഓരോ മകന്റെ മേലും മകളുടെ മേലും ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ തിരുരക്തം, കർത്താവേ, നിന്റെ തിരുരക്തം, കർത്താവേ, നിന്റെ തിരുരക്തം ഇപ്പോഴൊഴുക്കണമേ, ഇപ്പോഴൊഴുക്കണമേ, ഇപ്പോഴൊഴുക്കണമേ. എല്ലാ മക്കളിലേക്ക് ഒഴുക്കണമേ. മഴ പെയ്യും പോലെ പെയ്യട്ടെ, മഴ പെയ്യും പോലെ പെയ്യട്ടെ. കർത്താവിന്റെ രക്തത്താൽ കുളിപ്പിക്കപ്പെടട്ടെ, കർത്താവിന്റെ രക്തത്താൽ കുളിപ്പിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തീരാവേദികളെ, യേശുവിന്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങളെ, യേശുവിന്റെ മനോവിഷമങ്ങളെ, യേശു നിരാശകളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ 2 കാര്യങ്ങളെക്കുറിച്ച് ദൈവിക വെളിപാടുണ്ടായി അല്ലേ? എന്താ പറഞ്ഞത്? 1, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എന്താ പറയണത്? നിങ്ങൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. അതാണ് സംഭവം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും. പതയാൻ തുടങ്ങിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവസ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ, കാരണം ദൈവസ്നേഹം തുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാതെ ഈ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ദൈവസ്നേഹ പ്രവർത്തനമാണ്. കർത്താവിനോട് സ്നേഹം ഉണ്ടാകാതെ എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമ നോട്ടീസ് കൊടുക്കുന്നവരായി പോകത്തില്ലേ? ഇതെല്ലാം ദൈവസ്നേഹത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യുമ്പോൾ ബൈ ഇഫക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? എന്താ ചെയ്യണത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു അല്ലേ? ദൈവം ഉള്ളിൽ വസിക്കുമ്പോഴേ. ഇപ്പം ലൂക്കാ 1:49 വായിച്ച് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോഴേ ദൈവം ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? ദൈവം ആരാണ്? ശക്തനായവനാണ്, അല്ലേ? അല്ലേ? ദൈവം, അതായത് നമ്മളുടെ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ മെറിറ്റോറിയസ് ആകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് മറുപടി പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ രണ്ട് വശത്തും ഒരു വചനം വന്നിട്ടുണ്ട് കേട്ടോ, കോമൺ വേർഡ് അല്ലേ? എന്തേ? ലൂക്ക 1:35 എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുപടി എന്താണ് ദൈവത്തിൻ്റെ? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഗ്രേസ് വരുന്നതായി പറയണത്. പരിശുദ്ധാത്മാവ് വരപ്രസാദം എന്താണെന്നാണ് പറയണത്? വരപ്രസാദം എങ്ങനെയിരിക്കും? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ് വരപ്രസാദം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. അപ്പോൾ യോഗ്യതയിലെ ഒരു വിഷയം നമുക്ക് മിസ്സായാൽ അത് എന്നേക്കാട് മിസ്സായെന്ന് വിശ്വാസം പറയത്തില്ല. എന്താ കാര്യം? നിങ്ങളുടെ യോഗ്യതയിൽ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങൾ അതിൻ്റെ പേര് ഡെസ്പാകേണ്ട കാര്യമില്ല. ഡോക്ടർ പറയും നിങ്ങളോട്, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അണ്ടമൊന്നും ഇല്ലല്ലോ, അണ്ട ഉൽപ്പാദിപ്പിക്കണേ ഇല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ ബീജത്തിന് കൗണ്ടും ഇല്ല, അതിന് ഓട്ടവും ഇല്ല. ഇങ്ങനെ കുറേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ പറയണത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്രേസ്. മനസ്സിലായില്ലേ കാര്യം? അച്ഛൻ മനസ്സിലായില്ലേ? ഇപ്പോൾ വൈദ്യശാസ്ത്രം നമ്മൾ പറഞ്ഞത് എന്താണ്? മെറിറ്റില്ലെന്നേ പറയുന്നുള്ളൂ. ഗ്രേസ് അവിടെ സബ്ജക്റ്റ് അല്ല. ഗ്രേസ് ആണ് നീ എടുത്ത ഉടമ്പടിയുടെ സബ്ജക്റ്റ്. നമ്മൾ ലൂക്ക 1:35 1:49 സെയിം വേർഡാണ് റെക്കോർഡ് ചെയ്യണം. എന്താണ്? ഒന്നിൽ പറയുന്നു ഗ്രേസിന് പകരം എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയും, അല്ലേ? ലുക്ക. എന്നിട്ട് ഈ ശക്തിയാണ് അമ്മയിൽ വരുമ്പോഴാണ് അമ്മ മെറിറ്റില്ലാതെ പുരുഷനെ അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആകണത്. ഈ ശക്തി തന്നെയാണ് നിന്നെ എൻഗ്രേസ് ചെയ്യണത്. എൻഗ്രേസിങ് എംപവറിങ് സെയിം ആണെന്നാണ് ഇപ്പോഴും പറയണത്. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വെളിപാടിൽ എന്താ പറയണത്? എൻഗ്രേസിങ് ആൻഡ് എംപവറിങ് സെയിം ആണ്. അതായത് വരപ്രസാദം കൊണ്ട് നിറക്കണതും നിൻ്റെ ശക്തി കൊണ്ട് നിറക്കണതും സെയിം, വൺ ആൻഡ് സെയിം പ്രോസസ്സാണത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പാലിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യും. അതിന് ഈശോ എന്താ പറഞ്ഞത്? അങ്ങനെ ദൈവം വന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. അപ്പോൾ നമ്മളല്ല ചെയ്യണത്, കർത്താവാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മുടെ ശക്തി പോയാൽ ഇത് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ സംഭവം ചെയ്തെടുക്കാൻ ബൈബിൾ നൽകുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ കവനൻ്റ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ, നമുക്ക് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജോമാരൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങും, ചില ആൾക്കാർ ചില ശ്രദ്ധിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെല്ലിയാണ് അതിൻ്റെ ഉള്ള ഫലം കൂടി കളയണത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലും ശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മത വേണം. എന്നുവെച്ചാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമാണ് നിറയണത്. ദൈവസ്നേഹം നിറയുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കണ പോലെ ദൈവസ്നേഹം നിറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് തോന്നും, ലൈറ്റായിട്ട് തോന്നും. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയണത് സംഭവങ്ങളെ ലൈറ്റാക്കുന്നതാണ്. ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നും. വെയിറ്റ് ആൻഡ് ലൈറ്റ് ഇത് രണ്ട് എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ 10-30 പത്രം കാണുമ്പോൾ ഇനി ഇത് ഏത് പള്ളിക്കൊണ്ടേ കൊടുക്കാനാണ്, നാട്ടിൽ കൊണ്ടേ കൊടുക്കണം, പള്ളിക്കൊണ്ടേ കൊടുക്കണം, പള്ളിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാകില്ല, അപ്പോൾ കാണത്തില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം വന്നില്ലേ?
കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്? ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാനെങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണമെന്ന് ചോദിച്ചില്ലേ ഒരാൾ. ഞാൻ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഞാനെങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ വരും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഭാരം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല ആ മേഖലയിൽ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ഉടമ്പടിയുടെ ആ കാര്യങ്ങൾ പാലിക്കണമല്ലോ. അല്ലേ, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ട, ഞാൻ കൂടെ കൊടുത്തേക്കാം. പത്രം നീ അമ്മ പള്ളിയിൽ പോകണ്ട, അമ്മ ഒരു പത്രം കൊടുത്തേക്ക്, പത്രം ഞാൻ കൊടുത്തേക്കാം. അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് ഈ സംഭവം 10 പത്രം പോലും കൊടുക്കണം നിനക്ക് ഭാരമാണ്, വെയിറ്റാണ് നിനക്ക് ഭാരം. ദാറ്റ് മീൻസ് ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. ദൈവസ്നേഹം നിറഞ്ഞാൽ 10-ന് പകരം 300 പത്രം നീ വാങ്ങിച്ചുകൊണ്ട് ഈസി ആയിട്ട് കൊടുക്കും, ലൈറ്റാവും. അപ്പം നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞോ ഇല്ലയോ എന്നറിയണത് ലൈറ്റാണോ വെയിറ്റാണോ എന്നറിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? ഒരു കാര്യം, ഇപ്പോൾ രോഗിയെ പോയി കാണണം, അയ്യോ ഏത് രോഗിയാണ് കാണുന്നത്, എന്നാൽ പിന്നെ ഇളയമ്മയെ പോയി കണ്ടേക്കാം. അമ്മ ഇളയമ്മ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടാ? അതെന്താ ആശുപത്രിയിൽ നിന്ന് പോരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു 3-4 വണ്ടി കയറി അല്ലെങ്കിൽ പോകണം. വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് അതാണ് ചോദിക്കണം, അമ്മ ഇപ്പോൾ ഇളയമ്മ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഇളയമ്മയെ കണ്ടുകൊണ്ട് ഉടമ്പടി ശരിയാകത്തില്ലേ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന്. ദൈവം തരത്തില്ല പ്രതിഫലം, അവർ വല്ലതും തരും, ചിരിച്ച് കാണിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ മുന്തിരിയും ഓറഞ്ചും കൊണ്ടില്ലുമ്പോഴേ നിങ്ങളൊന്ന് ഇളിച്ച് കാണിക്കും, അവർ ചിരിച്ച് കാണിക്കും, ആ ചാപ്റ്റർ ക്ലോസ്. നിങ്ങളുടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് തീർന്നു. അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിനെന്താണ് അവകാശം? കർത്താവിൻ്റെ പ്രതിഫലം കിട്ടത്തതെന്നാണ് പറയണത്, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ബന്ധവും സ്വന്തവും അല്ല, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാ ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണെന്ന് കണ്ട്, ഞാനും രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഓരോ വിഷയം അല്ല. ആരും ഇങ്ങനെ ഈ എളുപ്പ വഴി ക്രിയ ചെയ്യാൻ പോകണ്ട, ഒരു വഴിയും നടക്കത്തില്ല. ആ ഇട്ട അരിയുടെ വെള്ളം വാങ്ങി വെച്ചാൽ മതി. നിങ്ങൾ എളുപ്പ വഴി, അതായത് അത് നിങ്ങൾക്ക് വെയിറ്റായിട്ട് തോന്നണില്ലേ? ആ വചനം എടുത്തോളൂ, മത്തായി 5:46. മത്തായി 5:46 എന്താ പറയണേ കേട്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒന്ന് പറഞ്ഞ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുക? അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ബന്ധുക്കളെ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ മാത്രം സ്നേഹിച്ചാൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ അവരോട് വാങ്ങിച്ചോളാൻ പറയും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ, നിങ്ങളെ കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് അവരെയാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രതിഫലം അവരോട് മേടിച്ചോളാൻ പറയും. ദൈവമായിട്ട് അതിന് ബന്ധമില്ല. ബന്ധം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കാണണം. ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ പോലും അവസരത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരിൽ എന്നെ കാണണം, ഞാനാണെന്ന് കരുതണം. അത് മനുഷ്യന്മാർ നിങ്ങളുടെ ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് എന്നാണ് ഈശോ ആണെന്ന് കരുതാൻ കഴിയണത്, അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആകും, ഉടമ്പടി നടപടിയിലാവും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.